എന്താണ് KN ഗോപിനാഥ് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ സമരം എന്താണ് സെറ്റിൽ ചെയ്യാത്തതെന്ന് മനസ്സിലായില്ലേ? ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഏറ്റവും ജെന്യുവിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ സമരം നടത്തുമ്പോൾ വലിയ മെമ്പർഷിപ്പുള്ള സംഘടനയെ കൊണ്ട് പെരുവഴിയിലാക്കാൻ കഴിയില്ല എന്നറിയാതെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു. അന്നേരം സർക്കാരിന് മേൽ ആരാണ് ഈ സമരം സെറ്റിലാക്കാതിരിക്കാൻ വേണ്ടി പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളിത് നേരത്തെ തന്നെ അറിഞ്ഞ കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സെറ്റിൽ ചെയ്യാതെ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ചില സംഘടനകൾ സമരം നടത്തിയാലേ അല്ലെങ്കിൽ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമരം നടത്തിയാലേ സമരം സെറ്റിൽ ചെയ്യൂ എന്ന് പറയുന്നത് എന്ത് തരം തൊഴിലാളി വർഗ സ്നേഹമാണ്, തൊഴിലാളി വർഗ സർക്കാരാണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ അംഗബലം കൂടിയാലും കുറഞ്ഞാലും ഇപ്പം ഇത്ര അംഗബലമുള്ളവരെ സമരം ചെയ്യാവൂ, ഡിമാൻഡ് നേടിയെടുക്കാവൂ എന്നൊന്നും ഇല്ലല്ലോ. അത് സമരത്തിൻ്റെ ജെന്യുവിനിറ്റി നോക്കിയാൽ അത് ഉയർത്തുന്ന ഡിമാൻഡുകളെ സംബന്ധിച്ച് സർക്കാരിന് മേൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ്. 7000 രൂപ ഈ പറഞ്ഞതൊരു കൃത്യമായ മറുപടിയാണ്. അതിന് ശ്രീ KN ഗോപിനാഥ് പ്രതികരിക്കണമെന്ന് കൈയുയർത്തുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം അങ്ങയിലേക്ക് തന്നെ വരാം. ശ്രീ KN ഗോപിനാഥ്. ഇല്ല, അത് വേണ്ട, അത് ഞാൻ സംസാരിക്കും. ശ്രീമതി ബിന്ദു, ഞാൻ അങ്ങയുടെ അവസരം കളയുകയല്ല, ശ്രീമതി ബിന്ദു. ഞാൻ പെട്ടെന്ന് മറുപടി പറയാം. ഞാൻ പറഞ്ഞത് പൂർണ്ണമായി അവർ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മറ്റു ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് വിഷമമാവുന്നല്ല. മറ്റു ട്രേഡ് യൂണിയൻ സംഘടനകൾ സമരം ചെയ്ത് ചർച്ച നടത്തിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ സാമ്പത്തിക പരിമിതി ഉള്ളതുകൊണ്ട് ഒരു നയാ പൈസയുടെ ഓണറിയം വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ജനുവരി 16 നടന്ന സമരത്തിനൊടുവിൽ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ചെയ്യാത്ത ഗവൺമെന്റ് ഇപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സമരം ചെയ്താൽ ഉടനെ ഇപ്പൊ പരിഹരിക്കുമോ എന്നാ ഞാൻ ചോദിച്ചത്. ഉടനെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറുമോ? അല്ലല്ല, അപ്പോഴൊക്കെ നിങ്ങളുടെ അംഗബലവും നിങ്ങളുടെ അംഗീകൃത സംഘടന എന്ന വിശേഷണ പദവും ഒക്കെ ശ്രീ ഗോപിനാഥ് പറയുകയുണ്ടായി. ആത്യന്തികമായി സംഘടനകളല്ല, തൊഴിലാളികൾ എന്ന് പറയുന്നതിലാണല്ലോ ഊന്നേണ്ടത്. തൊഴിലാളികളിൽ ഊന്നുകയാണെങ്കിലാണല്ലോ സംഘടന എന്ന് പറയുന്ന ഒരു ബലം വരിക. അപ്പോഴാണല്ലോ അതിനൊരു രാഷ്ട്രീയ സ്വഭാവം വരിക. അവിടെ ഈ പറയുന്ന 100 പേർ ഉള്ളത് തൊഴിലാളി വർഗ സംഘടനയല്ല, 1000 പേരുള്ള അംഗീകൃത സംഘടനയെ തൊഴിലാളി വർഗത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാകൂ. അതെങ്ങനെയാണ് പറയാൻ കഴിയുക? അവിടെയാണ് ഈ സമരസമിതി പറയുന്നത്. അല്ലല്ല, അവിടെയാണ് സമരസമിതി പറയുന്നത് ഒരു സമരവും ആരുടെയും കുത്തകയല്ല എന്ന്. ഒരു സമരവും ആരുടെയും കുത്തകയല്ല എന്ന്. ശ്രീമതി ബിന്ദു മറുപടി. ശ്രീമതി ബിന്ദു. അതായത് സഖാവ് KN ഗോപിനാഥ് ഇച്ചിരി കഴിയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്തൊന്ന് കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത്രയും വലിയ അംഗസംഖ്യയുള്ള സംഘടന ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമരം നടത്തി ഡിമാൻഡ് അംഗീകരിച്ച് തന്നിട്ട് ഇത്രയും വലിയ അംഗസംഖ്യയുള്ള ഞങ്ങളെ കൊണ്ട് പെരുവഴിയിലാക്കാനുമാണെന്ന്. അപ്പോൾ അത് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ നടക്കുന്ന അണ്ടർ കറണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മിനിക്ക് കാര്യങ്ങൾ അറിയാവോ ഇല്ലയോ എന്നുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ. അത് അവരോട് ഒരു സംശയം ചോദിച്ചതല്ല, അല്ലേ എന്നവരോട് ചോദിച്ചതാണ്. പറഞ്ഞാൽ അത്രയ്ക്ക് ശിക്ഷണം കിട്ടിയ ആളുകളാണ് ആശാവർക്കർമാർ. 18 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ 2013 മുതൽ സംഘടന രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആശാവർക്കർമാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ ആശാവർക്കർമാരുടെ വിഷയങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും എവിടെയാണ് ഉയർത്തേണ്ടതെന്നും ഒക്കെ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് 10-12 വർഷമായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനകത്തൊന്നും കാര്യമില്ല. ഏതൊരാൾക്കാണെങ്കിലും നാക്കുപിഴയും കൈവഴയൊക്കെ വരാമല്ലോ, അതൊക്കെ സംഭവിക്കാവുന്നേ ഉള്ളൂ. അതല്ലല്ലോ യഥാർത്ഥ വിഷയം. എന്താണ് യഥാർത്ഥ വിഷയം? നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡാണ് ചർച്ച ചെയ്യുന്നത്. KN ഗോപിനാഥ് അടക്കം എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരോടും ചോദിക്കുമ്പോൾ ഡിമാൻഡ് ശരിയാണ്, ന്യായമാണ് ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ. പക്ഷേ സഖാവ് പറഞ്ഞതാണ് പ്രശ്നം. സംഘടന ശരിയായിപ്പോയില്ല. ഈ സംഘടന സമരം നടത്തുന്നതുകൊണ്ട് ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതെന്ത് പറച്ചില്ല സഖാവേ, അതെന്ത് പറച്ചിലാണ്? നമ്മൾ AKG അമരാവതി പോയി യാത്ര ചെയ്ത് പോകുമ്പോൾ അമരാവതിയിലെ തൊഴിലാളികളുടെ സമരം കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങി അവിടെ ഒരു കട്ടിൽ വിട്ട് കിടന്ന് സമരം നടത്തി തൊഴിലാളികളുടെ ഡിമാൻഡ് നേടിക്കൊടുത്തല്ലേ. അപ്പോൾ AKGക്ക് അവിടെ ആ തൊഴിലാളികളുടെ തോട്ടം തൊഴിലാളികളുടെ സംഘടന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കില്ലല്ലോ. ആ ഉയർത്തിയ സമരത്തിൻ്റെ ജെനുവിനിറ്റി അല്ലേ നോക്കിയത്. ആ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടണമെന്നല്ലേ നോക്കി. അതല്ലേ തൊഴിലാളി ചരിത്രം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാർ അല്ലെ ഇടതുപക്ഷ യൂണിയൻ നേതാക്കന്മാർ എന്താണ് കാണേണ്ടത്? ഈ തൊഴിലാളികളുടെ സമരം വളർന്നു വരണം, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സമരം വളർന്നു വരണം, ജനകീയ പ്രക്ഷോഭണങ്ങൾ ഉണ്ടായി വരണം സമൂഹത്തിൽ. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടുന്ന ആളുകളാണ്